ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവവേഷത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിയിലെ ഒരു സർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 ജനസങ്കീർത്തനം. നിന്റെ വലത്തുവശത്ത് ഓഫീസ് സ്വർണ്ണം അണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലത്തുവശത്ത് ഓഫീസ് സ്വർണ്ണം അണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായ്ക്ക് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലത്തുവശത്ത് ഓഫീസ് സ്വർണ്ണം അണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. അധ്യായം 1 വാക്യങ്ങൾ 39 മുതൽ 86 വരെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വിനീതരെ അവിടുന്ന് ഉയർത്തി. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു ഉദിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി.
വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ദൈവവചനമാണ് നാം കേൾക്കുന്നത്. അഭിമന്യ മോസിഞ്ഞോ സൈഡ് വെച്ച പ്രിയപ്പെട്ട വിചാരിച്ച പ്രിയ വൈദിക സഹോദരങ്ങൾ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഈ നിർമ്മാണത്തിന് നിഷേധിയ നിർമ്മൽ ജോസഫ്, ഇദ്ദേഹത്തോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ, എന്നെ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ പണ്ട് ഞാൻ എന്തൊക്കെയോ ഒരു താങ്ങ് കൊടുത്തു എന്നാണ്. അപ്പൊ നല്ല കാലാവസ്ഥയിലെങ്കിൽ പോലും കുറേയൊക്കെ ചോർന്നിരിക്കുന്ന വളരെ പരിമിതമായ ചാപ്പലില് ഇങ്ങി നിറഞ്ഞ ആൾക്കാരിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ശരിയാക്കണം. ഗവൺമെന്റ് മുമ്പിലേക്ക് ഒരു വീട്ടു കൊടുക്കുക എന്നൊക്കെ ഒരു സജഷൻ വെച്ചു. രാഷ്ട്രപതി തന്നെ ഉണ്ടാക്കിയെടുക്കും കണ്ടതാണ്. പള്ളി കൊടുക്കാം, സ്വാഭാവികം നമുക്ക് കാശ് കൊടുക്കാനുണ്ടാകും. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഈ പറയുന്നതിന് കാരണം. എന്തുവാണ് എന്തായാലും ആദ്യം ഇതിന്റെ മോഡൽ ഉപകരണം കാണിച്ചപ്പോൾ രഞ്ജിത്ത് പറയാൻ തുടങ്ങിയായിരുന്നു. ഈ പള്ളിയുടെ ഭയങ്കരമായ അധികം വേവലാതി പിടിക്കരുത് എന്നെനിക്കൊരു ചെറിയ അപേക്ഷയുണ്ട്. യഥാർത്ഥത്തിൽ 1.5 കിലോമീറ്ററിനുള്ളിൽ നമുക്കൊരു 4 പള്ളി അല്ലേ, 4 പള്ളിയുണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ നമ്മുടെ കൊട്ടിന കോൺവെന്റില്, ഹോസ്പിറ്റലില്, കോൺവെന്റില് ഡെയിലി നടക്കുന്ന കുർബാന. ഈ അൽമായർ എന്നൊക്കെ ഇപ്പോൾ വളരെ കാര്യമായിട്ട് നടക്കുന്ന സംഭവം. അതിന്റെ ഇംഗ്ലീഷ് പദം ലേറ്റി എന്നാണ്. ലേഖൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനി എന്നാണ് അർത്ഥം. നിരക്ഷരൻ എന്നാണ് നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത്. അത്ര വലിയ ഞങ്ങൾ ക്ലരിക്കൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പണ്ഡിതന്മാർ. ക്ലരിക്കൽ മിസ്റ്റേക്ക് പറഞ്ഞിട്ടാണ് ഈ എഴുതിയപ്പോ പോലെ കണക്കെടുപ്പിച്ചിട്ടുള്ള പക്ഷെ പോകുന്നത്. അപ്പൊ എഴുതാനും വായിക്കാനും അറിയാവുന്നവർ ഞങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛന്മാരുടെ ട്രെയിനിങ് ഒക്കെ നമുക്കറിയാവുന്ന ഒരു അച്ഛൻ്റെ കൂടെ ജീവിതത്തിലെ പരിണാമങ്ങളാണ് അതിലൊക്കെ പ്രതിപാദിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ധ്യാനിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ, അങ്ങനെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ സാക്ഷ്യത്തില് വളരാനും വളർന്ന് ആഴപ്പെടാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ടുള്ള കാര്യം. ഒരു ലൈറ്റ് ഇങ്ങോട്ടും ഒരു ലൈറ്റ് ഇങ്ങോട്ടും. സാധാരണ ഇതില്